ഇതെല്ലാം നല്ലതായിരിക്കെ തന്നെ ഇത് മാത്രമാണോ ദൈവഭയം? അല്ല. പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ മാത്രമാണോ ദൈവഭയം? അല്ല. അതായത് ഒരു തിന്മ ചെയ്യാൻ ഒരു ഒക്കേഷൻ വരുമ്പോഴും പള്ളിക്കകത്ത് നിൽക്കുന്ന അതേ ഫീലിംഗ് വരുന്നതാണ് ദൈവഭയം. പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്നതല്ല. അതായത് ഒരുത്തനെ വഞ്ചിക്കാൻ പോവാണ്, ഒരാളുടെ പ്രമോഷൻ തടയാൻ പോവാണ്, ആവശ്യമില്ലാത്തൊരു കാര്യം, ഒരു അപവാദം പറഞ്ഞ് ഒരുത്തനെ നശിപ്പിക്കാൻ പോവാണ്. അത് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഒരു സിഗ്നൽ വരും. എന്താ? നോ, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദിസ്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് ദർ ഈസ് സംവൺ ഔട്ട് ദെയർ ലുക്കിംഗ് അറ്റ് യു, ലുക്കിംഗ് അപ് ടു യു. നിങ്ങൾക്ക് മനസ്സിലാവണം ദൈവഭയം. ഇതിനെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ദൈവഭയം എന്ന് പറയുന്നത് അല്ലാതെ ഇങ്ങനെ ആപാത ചൂടെ ഇങ്ങനെ അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ച് കമന്ന് കിടന്നു നിലവിളിച്ചു കുനിഞ്ഞു ഭയങ്കര ഭക്തി ഭവ്യത പ്രീസലോടെന്ന് പറച്ചിൽ കേട്ടാൽ ഭയങ്കര പറച്ചിലാണ്. വെരി ഗുഡ്, തെറ്റല്ല, നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഇതെല്ലാം നല്ലതായിരിക്കുമ്പോൾ തന്നെ വാട്ട് ഈസ് ഫിയർ ഓഫ് ഗോഡ്? ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രാക്ടിക്കൽ ലൈഫ്. അതായത് എല്ലാ മോമെൻറ്റിലും ഇപ്പം ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? പിള്ളേർ കരയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട്, ചിലർ ഉറങ്ങുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നിർത്തില്ല. എന്താ നിർത്താത്തത്? അതായത് ഇത് ഞാനിപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കോ റെസ്പോൺസോ നിങ്ങളുടെ പ്രതികരണമോ കണ്ടിട്ട് ഇത് പറയാൻ വന്ന ആളല്ല. ആണോ? ഐ ഹാവ് എ ഡിവൈൻ അപ്പോയിൻമെൻറ്റ്. അത് പറഞ്ഞ് തീർത്തിട്ടേ ഞാൻ പോവും. മനസ്സിലായോ? ചേച്ചി ഉറങ്ങിയാലും ഞാനിത് തീർത്തിട്ടേ പോവും. പറഞ്ഞേ